കൊടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒട്ടാൾക്കെല്ലാം ഫ്രീ പ്രൊമോഷനും കിട്ടിയാൽ ഈ കളവന്മാർ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അല്ല അത് വണ്ടി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനത്തെ വീഡിയോ എടുക്കാം. അതൊന്നും നോക്കണ്ട, വണ്ടിയൊന്നും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഇവനെ നോക്കാം, ഇവന്റെ വണ്ടിനെ നോക്കണ്ട, ഇവനെ നോക്കാം. ഓക്കെ ഓക്കെ റെഡി. ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാല് ഞാൻ റിപ്പോർട്ട് എന്ന് അടിക്കരുത്. എടാ ഒരുമാതിരി എടാ അത് ബീരുക്കള സ്വഭാവം, ആ പരിപാടി ഇല്ല, ആ പരിപാടി നമുക്കില്ല. റിപ്പോർട്ടും റിപ്പോർട്ടൊന്നും വേണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം വീഡിയോ കാണാം. നിങ്ങൾ സബൂറാക്ക്, വെയിറ്റ് ആക്ക്, വീഡിയോ കാണാം ആദ്യം. ഓക്കെ പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് എന്നോട് എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു ഫ്രണ്ട് മെഹറിന്റെ ഫ്രണ്ടാ. മെഹർ പറഞ്ഞ ഇയാളെ ഫ്രണ്ടാന്ന്. മെഹർ എന്ന് പറഞ്ഞാൽ ഇയാളെ മോളാകാനുള്ള പ്രായമുണ്ട് അല്ല, ഇയാൾക്ക് മിനിമം ഒരു 52 വയസ്സുണ്ട് ഇല്ലേ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ നിങ്ങൾ ഈ കോമാളികൾ എന്തിനാ ഈ സൈഡിൽ നിൽക്കുന്നത്? അല്ല ഞാൻ ഇങ്ങനത്തെ ഫൈറ്റുകളിൽ എനിക്ക് ഒറ്റക്ക് വേണം. പ്ലീസ് എല്ലാവരും പോ. എടാ ഇത് ശരിയല്ല, ഓൻ ഒറ്റക്കാണ് ആടിയിരുന്നത്. അപ്പൊ ഞാനും ഒറ്റക്ക് പറയണ്ടേ, ഞാൻ തിരിച്ചു ഒറ്റക്ക് പറയണ്ടേ? അതല്ല അതിന്റെ ഒരു ഇത്, അതല്ല ആണത്തം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് എടാ ബായ് കൂട്ടാ മുന്നോട്ടാടിരുന്നോളാം. അപ്പൊ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട്, ഇതെന്താ എല്ലാവരും റിപ്പോർട്ട് എന്ന് പറഞ്ഞ് സ്പാം ചെയ്യുന്നത്? ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ബഞ്ച് ഓഫ് പുസ്സീസ് അല്ല, മനസ്സിലായോ? നമ്മള് ബഞ്ച് ഓഫ് പുസ്സീസ് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും റിപ്പോർട്ടോ അങ്ങനത്തെ പരിപാടിയോ ചെയ്യരുത്. റിപ്പോർട്ടോ മെസ്സേജ് പോയി തെറിവില്ല, കമന്റിൽ പോയി തെറിവില്ല, ഊക്കാം. ഓക്കെ ഊക്കിക്കോ, വാനോളം ഊക്കിക്കോ, ഏറി കയറ്റിക്കോ. പക്ഷെ തെറി വിളിയോ റിപ്പോർട്ടോ ആ പരിപാടിക്ക് നിൽക്കണ്ട. ഓക്കെ ഈ വീഡിയോ ഞാൻ കണ്ടതാ മോനെ. ഇതിൽ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. ഇതിൽ ഒരു പകുതി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫുള്ള് തെറി വിളി. അതായത് സായിപ്പിന്റെ സ്ട്രീം അതിനേക്കാളും വലിയ ഫുള്ള് തെറികളെ പൂമോനെ, നായനോനൊക്കെ അത് ഇതാക്കിയിട്ടില്ല. ബാക്കി പൂമോനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള്. അങ്ങനത്തെ ഒരു സീനുണ്ട്. നമ്മളെ സ്ട്രീം എന്ന് വെച്ചാൽ ഫാമിലി അടക്കം TV വെച്ച് കാണുന്നതാണ്. ആ ഒരു പേടി എനിക്കുണ്ട്. എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാണ്ട് വേറെ വഴിയില്ല. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യണം. ആ സമയത്ത് മ്യൂട്ട് ചെയ്യണം, തെറിവിളിന്റെ ഭാഗം മ്യൂട്ട് ചെയ്യണം. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നായിന്റെ മോനെ എന്റെ തന്ത അല്ലണം, എന്റെ തന്ത ഓന്തന്നെ മ്യൂട്ട് ചെയ്തൊന്നും കുഴപ്പമില്ല. നേഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന കൂക്കാൻ വന്ന നായിന്റെ മോനെ അടിച്ചു മൂന്നത്തെ പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കലേ എനിക്കൊരു പ്രശ്നമില്ല നായെ. പക്ഷെ ജിന്നെ തന്തനെ പറഞ്ഞു, അത് ഈ സാജാ സഹിക്കൂല മോനെ. കാരണം തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്, അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി. അത് എനിക്ക് എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്. ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്തക്ക് വിളിക്കൂലായിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്രയും ഹേർട്ടാവുക. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എടാ ബാക്കിൽ ഇരുന്നിട്ട് തവള ഇരിക്കുന്ന പോലെ ചിരിക്കാതെ ബാക്കിൽ ഇരിക്കരുത്. മാറി കീഴുന്ന് മാറി. എനിക്ക് ഇത് ഒറ്റക്ക് സംസാരിക്കണം. കോളെ ഞാൻ ഒറ്റക്കന്നെ സംസാരിക്കില്ല, എല്ലാവരും കൂട്ടില്ല. ഞാൻ ഒറ്റക്കന്നെ സംസാരിക്കും. അവൻ്റെ മുന്നിലാണ് ഞാൻ ഒറ്റക്ക് പോയിരിക്കും. ഓരോ ലോട്ടിയില്ല. അങ്ങനെ ഗ്യാങ് ആയിട്ട് അവനെ തിരിച്ചു പറയണ്ട, അങ്ങനത്തെ ഇതൊന്നും എനിക്കില്ല. മനസ്സിലാ? അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഒറ്റക്കന്നെ ഇത്. ഓക്കെ നേഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താ നായ വിചാരിച്ചത് ഞാൻ കിടന്ന് പറക്കുന്നോ? ഒന്ന് പോടാ നായെ. അടിച്ചിടെ മൂന്നിന്റെ ചേപ്പിയാൻ പറ്റും നായിന്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ. ഞാനൊരു കാര്യം കേട്ടെ, താറിന്റെ ഐറ്റം എത്രയാടാ? താറിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? താറ് എൻ്റെ ഒരു ഓർമ്മയില് താറ് ഇത്രയാ. അതായത് അയാൾ താറിന്റെ ഗ്ലാസിന്റെ ഇത്രയുള്ളത്. അപ്പൊ അയാൾ എൻ്റെ ഇവിടെ ഉണ്ടാവും അല്ലെ. അതായത് ഞാൻ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ല. അതായത് ഈ മുരടിച്ച കടലാമ ഇങ്ങനെ ഉണ്ടാവുക. ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇയാളെല്ലാം അടിക്കുന്ന ഞാൻ പറയുന്നത്. ഒരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ വിടും. ഈ മുരടിച്ച ആമയായിട്ട് ഞാൻ ഫൈറ്റ് എടുക്കണം. ചാറ്റ് പറ ഫൈറ്റ് എടുക്കണം. എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഉടുമ്പിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഇയാൾ അടിച്ച് മോന്ത പൊളിക്കുക. അടിക്കാന് മോന്തക്ക് കയ്യെത്താനൊരു ഐറ്റമാണ്. ഇയാൾ എങ്ങനെ അടിക്കുക? തുള്ളിയിട്ടാ ഇങ്ങനെയാണ് ഇയാൾ അടിക്കുക. ഇയാൾ എങ്ങനെ അടിക്കുക? ഇയാൾ അടിക്കുക ശരിക്കും?
അതായത് ഷാജാൻ ഖാന്റെ അടിക്കുമെന്നാ പറയുന്നത്. ഷാജാൻ ഖാന്റെ അടിക്കണം പോലും ഷാജാൻ ഖാന്റെ ആഗ്രഹം അതാന്ന് പോലും അല്ല നമുക്ക് സാധിച്ചു കൊടുക്കാം. എന്തേ അത് നമുക്ക് സാധിച്ചു കൊടുക്കാം. ഞാനും പറ്റേ ഫൈറ്റ് ആണോ. ഞാൻ ഒരു കാര്യം പറ്റേ, ഈ നാട്ടിലത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു വെന്യൂ വെച്ചിട്ട് ഒരു മാച്ചോ എല്ലാണ്ട് അടിയായി കഴിഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങൾ വരും, മനസ്സിലാവും. ഒരു ബോക്സിംഗ് മാച്ചോ അതെങ്ങനെയുണ്ട്? അല്ല ഷാജാൻ ഖാന്റെ ആഗ്രഹം നമുക്ക് തീർത്തു കൊടുക്കാം. ഒരു ബോക്സിംഗ് മാച്ചോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം നമുക്ക് ചെയ്താലോ? എന്താ പറയുന്നത് ചാൻ? യെസ് ഓർ നോ? കോൾ വെയിറ്റ്. പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഇയാള് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാള് കാര്യം സംസാരിക്കുന്നില്ല. ഇയാള് മൊത്തമില്ലേ എന്താ പറയുന്നത് അറിയോ? അതായത് വീട് തുടങ്ങി തീരുന്നവരെ ഇയാൾ തെറിയാം, നായിന്റെ മോനെ പൂ. ഇതാണ് ഫുള്ള്, മനസ്സിലായി? കാര്യം സംസാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇയാൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാൾ ആഗ്രഹം ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് ഫൈറ്റ് കൊടുക്കാം. എന്താ പറയുന്നത്? അത് നൈസായിരിക്കും. ഞാൻ ഒരു കാര്യം പറ്റേ, പുറത്തെ രാജ്യത്തല്ലേ ഇങ്ങനത്തെ കുറെ സംഭവം നടന്നിട്ടുണ്ട്, മനസ്സിലാ? ഇങ്ങനെ രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയാവുമ്പോൾ ഇവരെന്താ പറയാ, ലീഗലി ഒരു ബോക്സിംഗ് മാച്ച് വെക്കും, മനസ്സിലായി? ഇവനല്ലേ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ. ഇത് സംഭവം എന്താ? ഈ ചങ്ങായിക്ക് സംഭവം ഞാൻ ഒരു കാര്യം പറ്റും, ഈ ചങ്ങായിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അതെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ഇയാളെ നമ്മുടെ ഈ കൂട്ടത്തിൽ ആർക്കും ഇയാൾ അറിയില്ലായിരുന്നു, മനസ്സിലാ? ഇയാളെ ആടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇയാളെ കണ്ടിട്ട് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇയാളന്ന് അതായത് സ്പൾബർ, ഇയാളെ കൂടെ ഉള്ള ഒരാളുണ്ട്, സ്പൾബർ എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, സ്പൾബറിന്റെ കൂടെ ഈ മൂട്ട മരടിച്ച പോലത്തെ ഈ ചങ്ങായി സൈഡിൽ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് അവിടെ കണ്ണൂരായിട്ട് പോയപ്പോ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. കണ്ണൂർ സൗദി ഷവായ പോയപ്പോ അല്ല ഉണ്ടായിരുന്നോ? അത് ഇയാളായിരുന്നോ അതോ മൂന്നാമത്തെ ആളാ? അല്ല, ഇവര് 3 ആളാണ് ഗ്യാങ്. അല്ല, ഗ്യാങ് എന്ന് പറയുമ്പോ എനിക്കറിയില്ല. ഇവര് 3 പാർട്ട്നേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇയാളാണോ ഉണ്ടായത്? ഉറപ്പാണോ? ആ രണ്ടാമനാണെങ്കിലോ എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലാവും. ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ വീഡിയോ ഇറങ്ങുമ്പോ മനസ്സിലാവും. ഇയാൾക്ക് 1 മില്യൺ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ വീഡിയോ ഇറങ്ങുമ്പോന്ന്. കാര്യം പറയാൻ ഇത് എങ്ങനെയാണ് ഇയാൾക്ക് 1 മില്യൺ എനിക്ക് മനസ്സിലായത്? ഗിവ് അവേ ബോട്ട് എടാ അതായത് പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ലാത്ത ഇവരെങ്ങനെ ഇൻഫ്ലുവൻസർ ആവും? ഞാൻ ചോദിക്കുന്നത്, ഓക്കെ കഴിവുണ്ട്, ഓക്കെ നമുക്കും കഴിവൊന്നുമില്ല, എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണ്ട. ഇതെന്താണ് അപ്പൊ ഇവൻ ചെയ്യുന്നത്? ഗിവ് അവേ കൊടുക്കുക, ഫോളോവേഴ്സ് ആക്കുക, ഇതാണ് ഇവന്റെ ജോലി. അപ്പൊ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലേ? എന്താണ് ഇവന്റെ ഇത്? എന്താ ഇവന്റെ കണ്ടന്റ്? ഫേക്ക് ഗിവ് അവേയോ? ശരിക്കും സീരിയസ്ലി? ഇല്ല. അങ്ങനെ അറിയാത്ത നമ്മുടെ ശത്രു ആണെങ്കിലും മിത്രമാണ്, ഞാൻ പറയാം, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. അതല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. അങ്ങനത്തെ കാര്യങ്ങളില്ല. ഊക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുക, വേറെ അങ്ങനത്തെ ഒന്നും നിങ്ങൾ പറയേണ്ടതില്ല. കൃത്യമായ തെളിവുള്ള കാര്യത്തിന് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പറ്റും. എനിവേസ് കോൾ റാംബോ റാംബോന്റെ ഒന്നും ആവശ്യമില്ല. ഈ അട്ട പോലത്തെ ഈ കുഞ്ഞി ചങ്ങായിരെ തലമിട്ട് എന്തിനാണ് റാംബോക്ക് ഈ തൊക്കിൽ വെച്ച് ഇറുക്കിയിട്ട് തീർക്കാം ഈ ചങ്ങായിനെ? എന്തിനാണ് റാംബോനെ വിളിക്കുന്നത്? റാംബോനെ വിളിക്കേണ്ട കാര്യമില്ല, റാംബോനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഓൾഡ് തൊപ്പിയാണ് കേട്ടോ മോനെ. ഞാൻ ഒരു കാര്യം പറ്റും, ഓൾഡ് തൊപ്പി എന്നൊന്നും പറയല്ലോ മുത്തേ. ഞാൻ ഒരു കാര്യം പറ്റും, ഇയാൾ ഇത്രയും തെറി വിളിച്ചിട്ട് ഒരക്ഷരം ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചാ, ഞാൻ നീലക്കുയിലൊരു തന്തയില്ലാത്തവനാണ്. നീലക്കുയിലിനെ കൂട്ടുപിടിച്ചിട്ട് കണ്ട വയ്യപ്പോന്ന പെമ്പിള്ളേർ ശല്യം ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ തന്തയില്ലാത്തവരും ചെയ്തെന്ന് മാത്രമേ ഞാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒറ്റ തെറി വിളിച്ചാ. നിങ്ങൾ ശ്രദ്ധിച്ചാ, ഓൾഡ് തൊപ്പിയാണെങ്കിൽ ഇങ്ങനെ ഒന്നല്ല തെറിന്റെ. ഞാൻ ഒരു കാര്യം പറ്റും, ഇവനെ ആകെ അറിയുന്നെന്താ? പല്ല് ഞാൻ കൊടുക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കലേ എനിക്കൊരു പ്രശ്നമില്ല നായ, പക്ഷെ ജിന്റെ തന്തര പറഞ്ഞു ഈ സാജാ സൈക്കൂല മോനെ. അന്റെ ബാക്കിലുള്ള നഴ്സറി പിള്ളേരെ കണ്ടിട്ട് ഇജ് എന്താണ് നായ വിചാരിച്ചത്? ഞാൻ കടന്ന് പിറക്കുന്ന ഒന്ന് പോടാ നായ. ഇയാള് പറയുന്നത് അതായത് നായിന്റെ മോനെ മോനെ ഒന്ന് പോടാ. അവിടെ ഓൾഡ് തൊപ്പി ആയിരുന്നെങ്കിൽ ഇത് തെറിയല്ല. സത്യം പറഞ്ഞാൽ ഇത് തെറിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. കാരണം മലയാളത്തിലെ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും വെച്ച് കൂട്ടിക്കുവച്ചിട്ട് ശ്ലോകം ചൊല്ലുന്ന പരിപാടിയുണ്ട്. PDF വായിക്കുന്ന പോലെ ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എനിക്ക് അറിയുന്നത്. ഞാൻ തെറി വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പോവുക, മനസ്സിലായോ? ഓൾഡ് തൊപ്പി ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ തെറിവിളി മോഡിലേക്കാണ് കാര്യങ്ങൾ പോവുക. പക്ഷെ ഇത്രയും സമയമായിട്ട് ഇന്നായിക്കോട്ടെ ഞാൻ ഒറ്റ വാക്ക് തെറിയായിട്ട്, അതായത് പ്രൊഫാനിറ്റി ആയിട്ട്, ഞാൻ തന്തയില്ലാത്തെന്ന് പറഞ്ഞു ശരി തന്നെ. അതിൽ
ഇപ്പൊ യൂട്യൂബ് ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ടി വിയിൽ ഒരു ഫാമിലി ഇരുന്ന് ലൈവ് കാണുമ്പോൾ ഈ തെറി എന്നുള്ള ആ ഒരു സാധനമില്ലേ, ഒച്ചത്തിൽ സ്പീക്കറിൽ വെക്കുമ്പോൾ പ്രശ്നം വരുന്ന സാധനമില്ലേ, അങ്ങനത്തെ ലെവലിലുള്ള ഒരു തെറി പോലും ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് എനിക്ക് ആവശ്യമില്ല. നമുക്ക് ഇതില്ലേ, ഇത് ഒറ്റ തെറിവാക്ക് പറയാണ്ട് ഞാൻ തീർക്കാൻ പോയത്. ഈ ഫൈറ്റ് ഞാൻ ഒറ്റ തെറിവാക്ക് പറയാണ്ട് ഞാൻ തീർക്കാൻ പോയത്. ഓക്കെ, ഇതെന്ന് വെച്ചാല് മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണോ? ഇത് ഗൈസ്, ഇത് ഞാൻ പറയാൻ മറന്നു. ഞാൻ പറഞ്ഞു വരാൻ മലപ്പുറത്തെ പിള്ളേർ തന്തയില്ലാത്തമാരാന്ന് തൊപ്പി പറഞ്ഞെന്നും പറഞ്ഞാണ് ഇയാള് നടക്കുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇയാളെ പരിപാടി എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഇത് സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നലെ ഞാൻ വന്നിട്ട് ഇയാള് വയ്യപ്പോന്ന പൊമ്പിള്ളോട് തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ച് അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ?